OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മാനന്തവാടി MLA ആണ് OR കേളു. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള LDFന്റെ ആദ്യ മന്ത്രി ഇന്ന് അധികാരം ഏറ്റെടുക്കുകയാണല്ലോ. വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ്. വിപുലമായിട്ടുള്ള ഒരു ചടങ്ങാണോ അതോ വളരെ ചുരുക്കം ആളുകൾ മാത്രമുള്ളതാണോ? OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിയായി മാനന്തവാടി MLA ആയിട്ടുള്ള OR കേളു K രാധാകൃഷ്ണന് പകരക്കാരനായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കുകയായിരുന്നു. മാനന്തവാടി MLA ആയിട്ടുള്ള OR കേളു ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും വിനോദ് ചേരുന്നത് വീണ്ടും. വിനോദ്, ഞാൻ ചോദിച്ചത് ആദ്യം വ്യക്തമായില്ലാന്ന് തോന്നുന്നു. എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒരു വിശദമായിട്ടുള്ള പദ്ധതിയുണ്ടോ? ഞാൻ വിനോദിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള UDF തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് സൂചന. ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി കേളുവിനെ പേരിന് മാത്രം മന്ത്രിയാക്കി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ പിന്നാക്ക വിഭാഗത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്ന സന്ദേശം നൽകാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സാധാരണയായി സർക്കാർ പരിപാടികളിൽ നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി വിട്ടുനിൽക്കാറുള്ള പ്രതിപക്ഷം OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയതിലൂടെ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടെ ദേവസ്വം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ OR കേളുവിന് നിഷേധിച്ചത് അത് കൃത്യമായ അവഗണനയായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. പേരിന് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് OR കേളുവിന് നൽകിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം ദളിത് വിവാഹങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് എന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന ഒരു ധാരണ അത് സാധാരണക്കാർക്കിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ കഴിയും എന്ന ഒരു വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും. എന്തായാലും ഈ ദേവസ്വം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ OR കേളുവിന് നൽകാത്തതിനെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ നീക്കം അത് എങ്ങനെയാകുമെന്ന് കാത്തിരിക്കാൻ. എന്നാലും OR കേളു എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലായിരിക്കും അതിന്റെ ചടങ്ങുകൾ നടക്കുക. K രാധാകൃഷ്ണന് പകരം OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആദ്യത്തെ LDF സർക്കാരിലെ ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് OR കേളു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടെ ഒരുപാട് വിവാദങ്ങളും ഈ OR കേളുവിന് നൽകിയ വകുപ്പുകൾ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. അതിനെയൊക്കെ തൽക്കാലം തൃണവൽഗണിക്കുകയാണ് CPM-ഉം ഒപ്പം നിയുക്ത മന്ത്രിയും. മാനന്തവാടി MLA OR കേളു ഇന്നങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വയനാടിന് ഒരു മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുന്നു. എന്താണ് നമുക്ക് VV വിനോദന്റെ വിവരങ്ങൾ നൽകും. അതിലേക്ക് OR കേളു എന്ന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങ് 4 മണിക്ക് നടക്കും. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വയനാട്ടിൽ നിന്നുള്ള CPM നേതാവ്, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന പ്രത്യേകതയുണ്ട്. K രാധാകൃഷ്ണൻ ഒഴിഞ്ഞ ആ സ്ഥാനത്തേക്കാണ് OR കേളു എത്തുന്നത്. അതേസമയം ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും ഇതിനകം തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. OR കേളുവിന് വകുപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ദേവസ്വം ഉൾപ്പെടെ ദേവസ്വം ബോർഡ് എങ്കിലും OR കേളുവിന് നൽകേണ്ടതായിരുന്നു എന്ന കാര്യമാണ് ഈ സംഘടനാ നേതാവ് ഗീതാനന്ദന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നേരത്തെ രാധാകൃഷ്ണന് ആ വകുപ്പുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കേളുവിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്ന ചോദ്യമാണ്
പ്രധാനമായും മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ നേരത്തെ പി കെ ജയലക്ഷ്മി വയനാട്ടിൽ നിന്ന് ഈ തരത്തിൽ മന്ത്രിയായി UDF സർക്കാരിൽ എത്തിയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ജയലക്ഷ്മി മന്ത്രിയാക്കുന്നത്. അതിനുശേഷം OR കേളു എത്തുന്നു. പ്രത്യേകിച്ച് CPM നേതാവാണ് അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് അംഗമായും ഒക്കെയും പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ദീർഘകാലമായി CPM നേതാവാണ്. CPMന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വകുപ്പുകൾ അതിലൊരു ചിന്തനം നടത്തണമെന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത്. CPM തെറ്റുതിരുത്തൽ നയം അതിപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ അതിൽ വിവേചനം പാടില്ല എന്നൊരു കാര്യം പറയുന്നു. നേരത്തെ തന്നെ CPM നേതൃയോഗത്തിലേക്ക് OR കേളു എത്തുകയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ തേടുകയും ചെയ്തിരുന്നു. ആത്മാർത്ഥമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുള്ള ഫണ്ട് അതെല്ലാം തന്നെ അതിന്റെ വിതരണമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് OR കേളു പറഞ്ഞു. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്കുള്ള ഫണ്ട് അത് തിരിമറി നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇത് പലയിടങ്ങളിലായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതലായി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയും ചെയ്തു. ഏതായിരുന്നാലും അദ്ദേഹത്തിന് ഈ വകുപ്പുകൾ നൽകിയപ്പോൾ 2 മന്ത്രിമാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ, അതായത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 2 വകുപ്പുകൾ മറ്റ് 2 മന്ത്രിമാർക്ക് നൽകിക്കൊണ്ട് ഒരു വകുപ്പ് മാത്രം നൽകിയതിനെതിരെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൽദോ ഓക്കെ, എന്താണെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വിനോദ്, നേരത്തെ ഇപ്പോൾ ഡാന്റെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഈ OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് ഒരു രാഷ്ട്രീയ കൗതുകമായി തന്നെയും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി വിശദീകരിക്കാമോ? പ്രത്യേകിച്ചും LDFന്റെ പട്ടികവർഗ വിഭാഗത്തിലുള്ള മന്ത്രിയാണ്, നമ്മളും ആ വിഭാഗത്തിനൊപ്പമാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൽ പിന്നിലുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട്. പ്രതിപക്ഷം സഹകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാജ്ഭവനിലാണ് കൂടുതൽ പ്രത്യേകത. ഗവർണർ മുഖ്യമന്ത്രി തർക്കങ്ങൾ അത് പലപ്പോഴും തലപൊക്കുകയും പിന്നീട് ചില സമവായത്തിലേക്ക് പോവുകയും ഒക്കെയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഏതായിരുന്നാലും രാജ്ഭവനിൽ വെച്ചിട്ടാണ് ഈ സത്യപ്രതിജ്ഞ. വൈകിട്ട് 4 മണിക്കാണ് ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രതിപക്ഷം സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വകുപ്പുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന എല്ലാ വകുപ്പുകളും നൽകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം വകുപ്പ് നൽകണമെന്ന ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാൾ മന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ദേവസ്വം വകുപ്പ് നൽകാതിരുന്നത്? അത് ഒരു വിവേചനമാണ്. വരേണ്യ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഗോത്രവർഗത്തിൽ നിന്നൊരാൾ മന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന വകുപ്പുകൾ, പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ്, ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകേണ്ടതായിരുന്നു. അതിൽ മാറ്റമുണ്ടാകും. ഇപ്പോഴത്തെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകും. അത് മാറ്റിച്ചിന്തിച്ച് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകുമെന്ന് കരുതുന്നതായും ഈ വിമർശനം ഉന്നയിക്കുന്ന കേന്ദ്രങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് വിശദീകരിക്കുന്നത്. എന്തോ